ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ, ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അണ്ടം ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗർഭാശയ മുഖം ബീജത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആ ലക്ഷണം എന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓവുലേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മുടെ സെർവിക്സിൽ പലതരത്തിലുള്ള ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും കേട്ടോ. ചില ആളുകൾ ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ സെർവിക്സിന്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് ഓവുലേഷൻ കണ്ടുപിടിക്കുന്നവരുണ്ട്, ഡേറ്റ് കണ്ടുപിടിക്കുന്നവരുണ്ട്. അതുപോലെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ സോഫ്റ്റ്നെസ്സിൽ വരുന്ന വ്യത്യാസം വെച്ചിട്ട് ഓവുലേഷൻ കണ്ടുപിടിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പലർക്കും ഈ ഒരു സെർവിക്സിന്റെ പൊസിഷൻ നമുക്ക് ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു തവണ ഇൻസേർട്ട് ചെയ്യുന്നു, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, പിന്നെ ഇൻസേർട്ട് ചെയ്യുന്നു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ഹാൻഡ് എത്രമാത്രം നമ്മൾ ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബാക്ടീരിയാസ് ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് സെർവിക്സിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്തായിരിക്കും നമ്മൾ ഈ ഒരു ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ തുറന്നു കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും നഖമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാകാനും ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് എന്താണ് സെർവിക്സിന്റെ പൊസിഷൻ എന്ന് കണ്ടുപിടിക്കുന്നത് ശരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ വരുമ്പോഴേക്കും ചില ലക്ഷണങ്ങളിലൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ ഞാനിവിടെ സംസാരിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വജൈനയുടെയും അതുപോലെ തന്നെ വജൈനയ്ക്ക് ചുറ്റുമുള്ള ഒരു വൾവ പോർഷനിലെയും ഒരു സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഒരു വേദനയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഓവുലേഷന്റെ സിംറ്റംസിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലതിലും പറയാതെ വിട്ടുപോയിട്ടുള്ള ഒരു ഓവുലേഷന്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആണ് നമ്മുടെ വജൈനൽ പോർഷനിൽ സ്വെല്ലിംഗ് അല്ലെങ്കിൽ വേദന നമുക്ക് തുടർച്ചയായിട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ. നമ്മുടെ സെർവിക്സ് ആ ഒരു ബീജത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്ന സമയത്ത് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല വേഗത്തിൽ ഉണ്ടാവാറുണ്ട്. അതിന് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. സെർവിക്സ് ഒന്നുകൂടി ഒന്ന് വികസിക്കുമ്പോഴേക്കും നോർമലിനേക്കാളും കൂടുതൽ ഓവുലേഷന് വേണ്ടിയിട്ട് ഒന്ന് വികസിച്ച് വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് ആ ഒരു വേദന നമുക്ക് ചിലപ്പോൾ പല ഭാഗങ്ങളിലും അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ വജൈനൽ പോർഷനിലും അതിന് ചുറ്റുമുള്ള ഒരു വൾവ പോർഷനിലും നമുക്ക് വേദന അനുഭവപ്പെടുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റിൽ തന്നെയാണ്. ആ ഒരു ലക്ഷണം കാണുമ്പോഴേക്കും നമ്മുടെ വജൈന ഓൾമോസ്റ്റ് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം, നമ്മുടെ സെർവിക്സ് ഓൾമോസ്റ്റ് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ആ സമയത്ത് കഴിവതും നിങ്ങൾ ആ ഒരു ഡേറ്റ് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വ്യത്യാസം കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റിയിൽ തന്നെ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് സ്പേം അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അത് സഹായിക്കും കേട്ടോ. ഏകദേശം നമുക്ക് ഒരു കുറച്ചധികം നേരം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വേദനയായിരിക്കും ഈ ഒരു വൾവ പോർഷനിൽ നമുക്ക് വേദന ഉണ്ടാകുമ്പോഴേക്കും അനുഭവപ്പെടുന്നത് കേട്ടോ. നമ്മൾ വിങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ എന്തെങ്കിലും ഒന്നിരുന്നിങ്ങനെ കുത്തുന്നത് പോലുള്ള ഒരു വേദനയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ ഒരു വജൈനൽ പോർഷനിൽ നമ്മളൊന്ന് അമർത്തി ഞെക്കി ഒന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വേദന അവിടെ ഒരു ഒന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് ഒന്ന് വിട്ട് കഴിയുമ്പോൾ ചെറിയൊരു വേദന നമുക്ക് ഉണ്ടാവില്ലേ, അതുപോലൊരു വിങ്ങലായിരിക്കും നമുക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഓവുലേഷന്റെ റീസൺ മാത്രമല്ലാതെ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ വേദന അനുഭവപ്പെടാം. അപ്പോൾ ഈ ഒരു വേദന അനുഭവപ്പെടുമ്പോഴേക്കും നിങ്ങൾ ഞാനീ പറയുന്ന 5 കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇതിന്റെ ഒരു റീസൺ ആണോ അതൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും സോപ്പ്, ലൂബ്രിക്കന്റ്, പാഡ്, ടാമ്പൺ, ടോയ്ലറ്റ് പേപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് ഈ ഒരു വജൈനൽ പോർഷനിൽ വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചില ആളുകൾ അവിടെ ക്ലീൻ ചെയ്യാനെന്നോണം സോപ്പ് നല്ലതുപോലെ പതപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് പേപ്പർ ആണെങ്കിലും ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാനായിട്ടും ഒരു സ്വെല്ലിംഗ് കുറച്ചു നേരത്തേക്ക് നീണ്ടു നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് കാരണമാകുന്നു. വജൈനയിൽ ഓൾറെഡി തന്നെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണമെന്നില്ല, ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണത്. നമ്മൾ ആ ഒരു ബോഡി, ആ ഒരു സ്കിൻ നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. അതല്ലാതെ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും നമ്മൾ പീരിയഡ്സ് ആവുന്ന സമയത്താണെങ്കിലും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സോപ്പ് നമ്മൾ അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും അത് അതിൻ്റെ pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നതിനും നമുക്ക് മറ്റുള്ള ഇറിറ്റേഷൻസും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാകുന്നതിനും കാരണമാവുന്നു കേട്ടോ. അതുപോലെ തന്നെ ലൂബ്രിക്കൻസും സ്പേം ഫ്രണ്ട്ലി അല്ലാത്ത ലൂബ്രിക്കൻസ് പലതും പലപ്പോഴായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള വേദന ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് കാരണമാവുന്നു. അതുപോലെ തന്നെ പാഡ് ഒരുപാട് നേരത്തേക്ക് നമ്മൾ നീണ്ടു വെക്കുന്നതും ടാമ്പോൺസ് യൂസ് ചെയ്യുന്നതും ഇതുപോലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാം. രണ്ടാമത്തെ റീസൺ ആണ് റഫായിട്ട് ഇന്റർകോഴ്സ് ചെയ്യുക. ചില സമയത്ത് സ്ത്രീകൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു താല്പര്യവും ഉണ്ടാവില്ല. അങ്ങനെ താല്പര്യമില്ലാതെ റഫായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും, അതായത് ഭയങ്കര ഹാർഡായിട്ട് ലൂബ്രിക്കേഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത് കോണ്ടാക്ട് ചെയ്യുന്നത് അത് സ്ത്രീകൾക്ക് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്.
ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴും പല സമയത്തും സ്ത്രീകൾക്ക് ഇതുപോലുള്ള വേദനകൾ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേദന ഉണ്ടാകുന്നത് ചിലപ്പോൾ ആ ഒരു കോണ്ടാക്ടിന്റെ എഫക്റ്റ് കൊണ്ടും ആയിരിക്കാം കേട്ടോ. പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്ത്രീക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിലേ പ്രഗ്നന്റ് ആകുകയുള്ളൂ, അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ പ്രഗ്നന്റ് ആകില്ലേ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നവരുണ്ട്. ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് കുറേം കൂടി എൻജോയബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. സെർവിക്സ് ഒക്കെ എളുപ്പത്തിൽ അങ്ങ് ഡൈല്യൂട്ട് ആകും, മസിൽസ് ഒക്കെ എളുപ്പത്തിൽ അങ്ങോട്ട് സ്ട്രെച്ച് ആകും. അങ്ങനെയുള്ളൊരു പ്രോസസ്സൊക്കെ എളുപ്പത്തിൽ അവിടെ ശരീരത്തിൽ നടക്കും കേട്ടോ. എന്നാൽ അതില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പെയിൻ സഹിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും, പക്ഷേ പ്രഗ്നന്റ് ആകാനായിട്ടും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത റീസൺ ആണ്, പല ആളുകൾക്കും അവിടെ പിമ്പിൾസ് ഉണ്ടാകാനായിട്ടും ചെറിയൊരു മുഴകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പിമ്പിൾസ് നമുക്ക് അനുഭവപ്പെടുമ്പോഴേക്കും ചിലപ്പോൾ ആ പിമ്പിൾസിനകത്തായിട്ട് ചെറിയൊരു പഴുപ്പ് പോലെയോ അല്ലെങ്കിൽ മൊത്തം ചോരയോ നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് പൊട്ടി തനിയെ പുറത്തേക്ക് പോകുമ്പോഴേക്കും ചിലപ്പോൾ അങ്ങനെ ചോര പോലെയൊക്കെ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കുരുക്കൾ നിങ്ങളുടെ ആ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വിങ്ങൽ അനുഭവപ്പെടാം. ഡ്രസ്സ് അവിടെ കൊള്ളുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൈ അവിടെ കൊള്ളുമ്പോഴോ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് നേരത്തേക്ക് നീണ്ടു നിൽക്കുന്നത് പോലെയുള്ള വേദനകൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഈസ്റ്റ് ഇൻഫെക്ഷനും ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ സ്ത്രീകൾക്ക് ഇപ്പോൾ റെഗുലർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കുറച്ച് നേരത്തേക്ക് നമുക്ക് വന്നിട്ട് പ്രോപ്പർ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയി പോകാറുണ്ട്. ഈസ്റ്റ് ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ബേണിംഗ് സെൻസേഷൻ, അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പെയിൻ, ഇറിറ്റേഷൻ, ഡ്രൈനെസ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് ഉണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു എന്താ പറയുക സ്വെല്ലിങ്, ഇടയ്ക്കിടയ്ക്ക് ഒരു വേദനയോ വീക്കോ ഒക്കെ പോലെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഓവുലേഷൻ ഒക്കെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 9th ഡേ ഒക്കെ നമുക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ന്യൂസിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് സെർവിക്സിന്റെ ഭാഗത്തോട്ട് എത്തുന്നതിന്റെ ഭാഗമായിട്ടും വജൈനയുടെ ഭാഗത്തോട്ട് എത്തുന്നതിന്റെ ഭാഗമായിട്ടും അതിലൂടെ നമുക്ക് ആ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ഒരു സിമ്പിൾ കിട്ടും. കാരണം ആ ഒരു ബ്ലഡ് സെൽസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് വികസിക്കുന്നു, അല്ലെങ്കിൽ ബ്ലഡിന്റെ ആ ഒരു സർക്കുലേഷൻ ഒക്കെ കൂടുമ്പോഴേക്കും വെസൽസ് ഒക്കെ ബ്ലഡ് വെസൽസ് ഒക്കെ നല്ലതുപോലെ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ചെറിയൊരു കുത്തുന്നത് പോലുള്ളൊരു വേദന കുറച്ചു നേരത്തേക്ക് വരിക, പിന്നെ പോവുക, അങ്ങനെയുള്ള രീതിക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രഗ്നൻസിയുടെ റീസൺ ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലുള്ളൊരു വേദന വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ആഘാതം കുറയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം ഇതുപോലെ പിമ്പിൾസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടോയെന്ന് നിങ്ങൾ വജൈനൽ പോർഷനിൽ ശ്രദ്ധിക്കുക. അതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിസ്ചാർജിൽ വ്യത്യാസം ഉണ്ടോ, ചൊറിച്ചിലോ പുകച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഓവുലേഷൻ നടക്കുന്നതിന്റെ സിമ്പിളായിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വേദന നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ വേദനയുടെ ആ ഒരു എഫക്റ്റ് ഒന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും നിങ്ങൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതിനും അത് സഹായിക്കും. ഒപ്പം നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, മാലാസന പോലുള്ള ബോഡി ഒന്ന് ആ ഒരു ലോവർ അബ്ഡമൻ പോർഷൻ ഒന്ന് എക്സ്പാൻഡ് ആകുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും ഈ ഒരു വേദനയുടെ ഒരു എഫക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലെഗത്ത് വോൾ ചെയ്യാവുന്നതാണ്, ബട്ടർഫ്ലൈ ചെയ്യാവുന്നതാണ്, ബ്രിഡ്ജ് പോസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കൂടാതെ ഈ ഒരു വജൈനയുടെ സ്വെല്ലിംഗ് അല്ലെങ്കിൽ വോൾവ പോർഷനിലെ സ്വെല്ലിംഗ് കൂടാതെ ഓവുലേഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മറ്റു പല രീതികളുണ്ട്. അതിൽ ചിലതൊക്കെയാണ്, ഒരു 9 കാര്യങ്ങളാണ്. ഓവുലേഷൻ നടക്കുമ്പോൾ നമുക്ക് ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഇൻക്രീസ്, ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഓവുലേഷൻ ചാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ കിടക്കുന്ന ആ ഒരു പോർഷനിൽ, രാവിലെ കണ്ണ് തുറക്കുന്ന ആ ഒരു പോർഷനിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക. ദെൻ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈക്ക് ടെമ്പറേച്ചറിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്താൽ മാത്രമേ ആ ഒരു ബോഡി ടെമ്പറേച്ചറിന്റെ ഹൈക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില ആളുകൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അബ്ഡോമൻ പെയിൻ ഉണ്ടാകും. അടിവയറിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു വേദന, കുറച്ച് നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വേദന ഉണ്ടാകും. ചിലവർക്ക് ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സ്കിന്നിൽ ഭയങ്കര ഒരു, നമ്മുടെ ഒരു ബോഡിയിൽ ഭയങ്കര ഒരു ഗ്ലോ ഉണ്ടാകും. പുരുഷനെ അട്രാക്ട് ചെയ്യാൻ പാകത്തിനൊരു ഗ്ലോ നമുക്ക് ബോഡിയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്ക് ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യും, ലോ എനർജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചില ആളുകൾക്ക് ലോവർ ബാക്ക് പോർഷനിൽ വേദന ഉണ്ടാകും, ചിലർക്ക് ഹെഡ് ഏക്ക് ഉണ്ടാകും, ചിലർക്ക് സെർവിക്കൽ മ്യൂക്കസിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ചില ആളുകൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഭയങ്കര കൂടുതലായിരിക്കും, ലിബിഡോ ഇൻക്രീസ്
ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് തോന്നും. പാർട്ണർ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് എല്ലാത്തിനെയും കൺക്ലൂഡ് ചെയ്തിട്ട് ഓവുലേഷൻ ആയി എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ്. നമ്മൾ സാധാരണയായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ടെസ്റ്റ് കിറ്റ് മേടിച്ചിട്ട് നമുക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ ടെസ്റ്റ് കിറ്റ് നമുക്ക് മെഡിക്കൽ ഷോപ്പിലും അതുപോലെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിലെ ഡയറക്ഷൻസ് പറയുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ടൈമിലുള്ള യൂറിൻ നിങ്ങൾ എടുക്കുക. എനിക്ക് തോന്നുന്നു 12ന്റെ ആ ഒരു ഇടയ്ക്കുള്ള 12-1 ഒക്കെ യൂറിൻ ആയിരിക്കും കുറേ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ളത്. LH ഹോർമോണിന്റെ സർജ് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആ ഒരു ടൈം ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുക. അതിലെ ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ യൂറിൻ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ പറയുന്ന സമയത്തിനുള്ളിൽ ലൈൻ വരുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ആയോ ഇല്ലയോ അല്ലെങ്കിൽ ആകാറായോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഈ രീതിക്കൊക്കെയാണ് നമ്മൾ ഓവുലേഷൻ ഡേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.